തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 46 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മ തരുന്ന ഒരു ചിന്തയുണ്ട്. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കും. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കും. ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാറുണ്ടോ? അഹന്ത ജീവിതത്തിൽ കടന്നു വരാറുണ്ടോ? ആരെല്ലാം അഹങ്കരിച്ചോ അവരെല്ലാം ദൈവം ചിതറിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ ചില രാജാക്കന്മാർ അഹങ്കരിച്ചപ്പോൾ രാജ്യം ശിഥിലമായി. സ്പോർട്സ് രംഗത്ത് അഹങ്കരിച്ച് വന്നവർ പെട്ടെന്ന് താഴത്തേക്ക് പോയി. കലാരംഗങ്ങളിൽ അഹങ്കരിച്ചവർ പെട്ടെന്ന് മങ്ങിപ്പോയി. പക്ഷേ വളരെ വിനയത്തോടെ ജീവിച്ചവരെ, അത് കലാകാരനായാലും കായിക താരമായാലും രാഷ്ട്രീയക്കാരായാലും ദൈവം ഉയർത്തും. ചില രാഷ്ട്രീയക്കാരെക്കുറിച്ച് പറയാറുണ്ട്, ആർക്കും സമീപിക്കാം, എന്തൊരു വിനയം, അവരെ എന്നുമെന്നും ജനം ഉയർത്താറുണ്ട്. ചിലരെക്കുറിച്ച് പറയും, എന്തൊരു കാർക്കശ്യം, ഒരു മയവും ഇല്ല, എന്തൊരു അഹങ്കാരം, നഗളം. അവരെ ഒരിക്കൽ അല്ലെങ്കിൽ പിന്നീട് ഈ ജനം തന്നെ താഴ്ത്തിയിട്ടുമുണ്ട്. ജീവിതത്തിൽ നമ്മൾ വിനയപ്പെടുക, എളിമപ്പെടുക. ഈ ഒരു ശൈലി വേദപുസ്തകത്തിൽ പഠിപ്പിച്ച ആളാണ് യോഹന്നാൻ മാഗ്ദാന. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ജനം സ്നാപകനോട് ചോദിച്ചു, നീയാണോ ക്രിസ്തു? വേണമെങ്കിൽ സ്നാപകൻ പറയാം. ഞാനെന്നാ പറയാനാ, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഉരുണ്ടുകളി സ്നാപകയോഹന്നാനില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ മുഴങ്ങുന്ന ശബ്ദം മാത്രം, കാറ്റിൻ്റെ എരമ്പൽ പോലെ, തീവണ്ടിയുടെ ചൂളംവിളി പോലെ, സാഗരത്തിൻ്റെ ആരവം പോലെ, ഓർഗൻ്റെ ശബ്ദം പോലെ, ഞാൻ വെറും ഒരു ശബ്ദം മാത്രം. അത് കളിക്കുന്നവൻ വേറെയാണ്, തരുന്നവൻ വേറെയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ഒരിക്കലും ഓർക്കരുത്, എൻ്റെ ശമ്പളം, എൻ്റെ വരുമാനം കൊണ്ട് ഇത്രയും ഞാൻ ഉണ്ടാക്കി. ചിലർ പറയും, ആരുടെ ഔദാര്യമില്ലാതെ ഞാൻ സ്വയം എന്നെ തന്നെ ആക്കിയതാണ്, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ. അങ്ങനെ ഒരിക്കലും അഹങ്കരിക്കാൻ ആർക്കും അവകാശമില്ല. 4 വയസ്സ് വരെ ഏത് സെൽഫ് മെയ്ഡ് മാനും അമ്മയെ ആശ്രയിക്കണ്ടേ? അമ്മയെ ആശ്രയിക്കണ്ടേ? നമ്മുടെയൊക്കെ അമ്മച്ചിമാർ നമ്മളെ കമത്തി കിടത്തി, മലത്തി കിടത്തി, മൂക്കേ തിരുമ്മി, മോണെ തിരുമ്മി, പല്ലേ തിരുമ്മിയപ്പം ഈ ഷേപ്പ് വന്നു. വെറുതെ വിട്ടുന്നെങ്കിൽ പതുങ്ങിയ മൂക്കും കാട്ടുപത്തിൻ്റെ തേറ്റാ പോലെ കൂർത്ത പല്ലുമായിട്ട് നമ്മൾ നടന്നേനെയും. ഒത്തിരി പേരുടെ സഹായത്തിൻ്റെ ഫലമാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് ഓർക്കുക. ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാനില്ല. നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടെന്നും പറഞ്ഞ് ഫയൽമാനായിട്ട് നടക്കുന്നവരുണ്ട്. ഒരു ചെറിയ പനി വന്നാൽ ആരോഗ്യം പോയില്ലേ? സുന്ദരമായ പല്ല് വണ്ടി സടംബരയ്ക്ക് ഇട്ടാൽ അതിൻ്റെ കഥ കഴിഞ്ഞില്ലേ? നീണ്ട മുടി ഒരു താരൻ വന്നാൽ ഒരു എണ്ണ പുരട്ടിയാൽ അത് കൊഴിഞ്ഞു പോവില്ലേ? വാക്കിൻ്റെ സാമർഥ്യം ഒരു സ്വരോടൊപ്പ് വന്നാൽ തീർന്നു പോയില്ലേ? നീ എത്രത്തോളം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക. വിനീതരെ ദൈവം ഉയർത്തുന്നു. തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ ഇന്ന് ഓർക്കാം. ഇന്നത്തെ ജീവിതത്തിലെ സകല വ്യാപാരങ്ങളിലും എളിമപ്പെടാം,
വിനയപ്പെടാം. ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല. ആ തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അതിനുള്ള കൃപ നല്ലവനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഉറങ്ങുവെട്ടം